أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. നമ്മൾ ഖുർആനും കൂടി മുമ്പിൽ വെച്ചിട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ക്ലാസ് ആസ്വദിക്കാൻ പറ്റും. ഇന്ന് സൂറത്തു മാഇദ, നമ്മൾ സൂറത്തുൽ ഫാത്തിഹയിൽ നിന്ന് തുടങ്ങി. സൂറത്തുൽ ഫാത്തിഹയിൽ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രധാനമായിട്ടും ചോദിച്ചത് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അള്ളാഹുവെ നീ ഞങ്ങൾക്ക് നേരായ മാർഗം കാണിച്ചു തരണം പടച്ചവനെ. അതിന്റെ ഉത്തരമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറ നമുക്ക് നൽകി. ഇതാണ് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. ബഖറയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ നേരായ മാർഗം ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം അഥവാ നേരായ മാർഗത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി ഒരു മനുഷ്യൻ, ഒരു വ്യക്തി എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അവൻ നമസ്കരിക്കണം, അവൻ നോമ്പ് വെക്കണം, അവൻ സക്കാത്ത് കൊടുക്കണം, സദഖകൾ ചെയ്യണം. ഇങ്ങനെ ഒരു വ്യക്തി എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയാണ് സൂറത്തുൽ ബഖറ നമ്മളോട് പറഞ്ഞത്. എന്നാൽ ആലു ഇമ്രാനിലോട്ട് വരുമ്പം അടുത്ത സൂറത്ത് ആലു ഇമ്രാൻ പറയുന്നു ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ആ നേരായ മാർഗത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി ഒരു കുടുംബം എന്താണ് ചെയ്യേണ്ടത്, കുടുംബപരമായി എന്ത് ദൗത്യമാണുള്ളത്. കുടുംബം നന്നായാൽ വ്യക്തികൾ നന്നാവും. വ്യക്തികൾ നന്നാവണമെങ്കിൽ ആ കുടുംബത്തിൽ ദീനിയായ ഒരു അന്തരീക്ഷം ഉണ്ടാകേണ്ടതുണ്ട്. അതാണ് സൂറത്തു ആലി ഇമ്രാൻ പറയുന്നത്. സൂറത്തു ആലി ഇമ്രാനിലെ പ്രധാന കഥാപാത്രം ഇമ്രാന്റെ ഭാര്യ സൂറത്തു നിസായിലൂടെ അള്ളാഹു പറയുന്നു. അടുത്ത സൂറത്ത് സൂറത്തു നിസാ. സൂറത്തു നിസാഇന്റെ അർത്ഥം സ്ത്രീകൾ. സൂറത്തു നിസാ പറയുന്നു കുടുംബം നന്നാകണമോ, കുടുംബത്തിലെ സ്ത്രീകൾ അള്ളാഹുവുമായിട്ട് അടുക്കണം. കുടുംബത്തിലെ സ്ത്രീകൾ അള്ളാഹുവുമായിട്ട് അടുത്തു കഴിഞ്ഞാൽ കുടുംബം നന്നാവും. അതിലൂടെ ഓരോ വ്യക്തികളും നന്നാവും. എല്ലാവരും ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, സിറാത്തുൽ മുസ്തഖീം നേരായ പാതയിലേക്ക് എത്താൻ കാരണമാകും. അടുത്ത സൂറത്ത് നമ്മുടെ ഇന്നത്തെ സൂറത്ത് സൂറത്തു മാഇദ. മാഇദയുടെ അർത്ഥം ഭക്ഷണത്തളിക. സൂറത്തു മാഇദ നമ്മളോട് അടക്കം പറയുന്നു വ്യക്തികൾ നന്നാവണോ, കുടുംബം നന്നാവണം. കുടുംബം നന്നാകണോ, വീട്ടിലെ സ്ത്രീകൾ അള്ളാഹുവുമായിട്ട് അടുക്കണം. ഇതൊക്കെ ഉണ്ടാകണമോ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഹലാലായിരിക്കണം. വയറ്റിലേക്ക് ചെല്ലുന്നത് അത് ഹലാലായിരിക്കണം. എന്നാൽ മാത്രമേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടാകുകയുള്ളൂ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീമിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. സൂറത്തു മാഇദ മദനിയായ സൂറത്താണ്. 112 അവതരിച്ച സൂറത്താണ്. ഖുർആനിൽ 114 അധ്യായങ്ങളുണ്ട്. അതിൽ 112 അവതരിച്ച സൂറത്താണ് സൂറത്തുൽ മാഇദ. നമ്മൾ ഇന്ന് കാണുന്നത് പോലെയുള്ള ഒരു ഓർഡറിലല്ല, ഖുർആന്റെ ഫാത്തിഹ മുതലുള്ള ഓർഡറിലല്ല അവതരിച്ചത്. ഖുർആൻ 112 ഏകദേശം അവസാനങ്ങളിൽ അവതരിച്ച സൂറത്താണ് സൂറത്തു മാഇദ. മക്കയിലെ നീണ്ട ജീവിതങ്ങൾക്ക് ശേഷം മദീനയിലെ ജീവിതം ഇതാ അവസാനിക്കാൻ പോവുകയാണ്. നബവി ജീവിതം അവസാനിക്കാൻ പോകുന്നു. വളരെ കുറഞ്ഞ നാളുകൾ മാത്രമേ പ്രവാചകന്റെ മുമ്പിൽ ഇനി ബാക്കിയുള്ളൂ. ആ സമയത്താണ് സൂറത്തുൽ മാഇദ ഇറങ്ങുന്നത്. മദീനയിൽ അള്ളാഹുവിനെ അനുസരിക്കുന്ന ദീനിയായ ചുറ്റുപാടിൽ ജീവിക്കുന്ന ഒരു സമൂഹം രൂപപ്പെട്ടു കഴിഞ്ഞു. എന്തിനും പടച്ചവനെ കൂട്ടുപിടിക്കുന്ന ഒരു സമൂഹം, അവന്റെ നിയമങ്ങൾ പൂർണ്ണമായിട്ടും അംഗീകരിക്കുന്ന ഒരു കൂട്ടം സഹാബാക്കളാണ് ഇപ്പോൾ മദീനയിലുള്ളത്. ആ സാഹചര്യത്തിലാണ് സൂറത്തു മാഇദ അവരിലേക്ക് അവതരിക്കുന്നത്. സൂറത്തുൽ മാഇദ തുടങ്ങുന്നു യാ അയ്യുഹല്ലദീന ആമനു. ഒന്നാമത്തായത്ത് യാ അയ്യുഹല്ലദീന ആമനു ഔഫൂ ബിൽ ഉഖൂദ്. സത്യവിശ്വാസികളെ, സഹാബാക്കളെ, നിങ്ങൾ നീണ്ടൊരു കാലം ഈ ദീനിലായിട്ടുണ്ടായിരുന്നു. ഈ ദീനിന്റെ പ്രവാചകൻ ഇനി കുറച്ച് നാളുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഖുർആൻ ഏകദേശം അവസാനിച്ച് കഴിയാറായി. സൂറത്ത് മാഇദ പറയുന്നു ഔഫൂ ബിൽ ഉഖൂദ്, നിങ്ങൾ കരാറുകൾ പാലിക്കണം, പൂർത്തിയാക്കണം. ഏറ്റവും വലിയ കരാർ ഈ ദീനാണ്. ദീന്റെ നിയമങ്ങളാണ് ഏറ്റവും വലിയ കരാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെപ്പറ്റിയാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ആ കരാറിനെ പൂർത്തിയാക്കുക, അള്ളാഹു പറഞ്ഞ നിയമങ്ങളെ അനുസരിക്കുക. സൂറത്തു മാഇദ തുടങ്ങുന്നു. ഈ കരാർ പൂർത്തീകരണത്തിന്, ഈ ദീനനുസരിച്ചുള്ള ജീവിതത്തിന് ഏറ്റവും വലിയ കരാർ അതാണല്ലോ. മനുഷ്യരുമായിട്ടുള്ള കരാറും അതുകൂടാതെ നിങ്ങൾ പൂർത്തിയാക്കുക. ഏറ്റവും വലിയ കരാർ ദീൻ. ആ ദീൻ അനുസരിക്കണമെങ്കിൽ, ശരിയായ രീതിയിൽ അള്ളാഹുവിന്റെ കൽപ്പനകൾ നിങ്ങൾക്ക് പാലിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഹാര കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഹലാല് മാത്രം ഭക്ഷിക്കണം. മാംസാഹാരങ്ങളിൽ നിങ്ങൾ പ്രത്യേകം സൂക്ഷിക്കണം. അള്ളാഹുവിന്റെ പേര് പറഞ്ഞ്, ബിസ്മി പറഞ്ഞ് അർത്ഥ മുതലായ കാര്യങ്ങൾ
നിങ്ങൾ പ്രത്യേകം സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്, ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ കരാർ പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല തുടക്കത്തിൽ ആയത്തിൽ തന്നെ പറയുകയാണ്, ഉഹില്ലത് ലക്കും ബഹീമത്തുൽ അൻആമി ഇല്ലാ മാ യുത്ലാ അലൈക്കും ഗൈറ മുഹില്ലിസ് സ്വൈദി വ അൻതും ഹുറും. ഈ കാര്യങ്ങളൊക്കെയാണ് അല്ലാഹു പറയുന്നത്. തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തൊട്ടടുത്ത പേജ് ആയത്ത് നമ്പർ 3 അതിന്റെ അവസാനത്തിലായിട്ട് അല്ലാഹു പറയുന്നു, അൽഹംദുലില്ലാഹ്, ഇന്ന് ഈ ദീൻ വലിയൊരു നിലയിലെത്തിയിരിക്കുകയാണ്. മദീന മൊത്തവും മുഴുവനായിട്ട് ദീനിന്റെ സംസ്കാരത്തിലേക്ക് മാറി, ഇസ്ലാമിന്റെ സംസ്കാരത്തിലേക്ക് വന്നു. ഒരുപാട് ആളുകൾ ഇന്ന് ദീനിലേക്ക് ആഗ്രഹിച്ച് കടന്നു വരുന്നു. അള്ളാഹു പറയുന്നു, അൽ യൗമ യഇസല്ലദീന കഫറൂ മിൻ ദീനിക്കും, നിങ്ങളുടെ മതം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് കുറേയേറെ പരിശ്രമങ്ങൾ, കുറേയേറെ നീചമായ പ്രവണതകൾ, പരിശ്രമങ്ങൾ നിങ്ങൾക്കെതിരെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇന്ന് അവരൊക്കെ അസ്വസ്ഥരാണ്, അവരൊക്കെ നിരാശയിലാണ്. കാരണം നമ്മളൊക്കെ എതിർത്തിട്ടും ഈ ദീൻ ഇന്ന് മദീനയിൽ തഴച്ച് വളർന്നു കഴിഞ്ഞു, അത് ലോകത്തേക്ക് വ്യാപിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. അള്ളാഹു പറയുന്നു അതിനുശേഷം പ്രസിദ്ധമായ ആയത്ത്, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി വ റളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. മാഇദയുടെ 3-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, ഇന്ന് ഈ ദീൻ ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുകയാണ്. അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി, ഞാൻ ധാരാളം അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തന്നു. അതിലേറ്റവും വലിയ അനുഗ്രഹം ദീൻ, അതിനെ ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി നൽകി. വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ക്രൈസ്തവ മതം, യഹൂദ മതം, ഇതൊക്കെയും അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നതായിരുന്നു. ഒരു നാളിൽ തൗറാത്ത് അള്ളാഹു അവതരിപ്പിച്ചത്, ഇഞ്ചീല് അള്ളാഹു അവതരിപ്പിച്ചത്. എന്നാൽ ഇന്നി രക്ഷപ്പെടണോ, വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ഇസ്ലാം അത് മാത്രമാണ് ഇനിയുള്ള രക്ഷ. അഹ്ലു കിതാബുകളെ, അതേ കാലഘട്ടത്തിലുള്ള യഹൂദരെ ഖുർആൻ അഭിസംബോധന ചെയ്യുന്നു, ക്രൈസ്തവരെ അഭിസംബോധന ചെയ്യുന്നു. നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാണ്, ഇതെല്ലാം അള്ളാഹു അവതരിപ്പിച്ച മതങ്ങൾ. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ പ്രവാചകൻ, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹു അയച്ച പ്രവാചകൻ. എന്നാൽ ഇന്നി രക്ഷ വേണോ, വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ഇന്നി ലോകത്തിന്റെ മതം അത് ഇസ്ലാമായിരിക്കും. ഇസ്ലാമായിട്ട് അള്ളാഹു തൃപ്തിപ്പെടുകയാണ്. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല അടുത്ത ആയത്തിൽ പറയുന്നു, നിങ്ങൾ എന്താണ് കഴിക്കേണ്ടത്. 3-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, നിങ്ങൾ ശവം കഴിക്കാൻ പാടില്ല. ഹുർരിമത് അലൈക്കുമുൽ മൈത്തത്തു, ആ പേജിന്റെ തുടക്കം, 3-ാമത്തെ ആയത്തിന്റെ തുടക്കം അള്ളാഹു പറയുന്നു, ഹുർരിമത് അലൈക്കുമുൽ മൈത്തത്തു, നിങ്ങൾക്ക് ശവം കഴിക്കാൻ പാടില്ല. രക്തം അത് കഴിക്കൽ നിഷിദ്ധമാണ്, പന്നിയിറച്ചി നിഷിദ്ധമാണ്. അതുപോലെ ശ്വാസം മുട്ടിച്ചു കൊന്നത്, തറയിൽ വീണ് ചത്തത്, ഇതൊക്കെ നിഷിദ്ധമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല 4-ാമത്തെ ആയത്തിൽ പറയുന്നു, എന്താണ് നിങ്ങൾക്ക് കഴിക്കാൻ അനുവാദമുള്ളത്. യസ്അലൂനക മാദാ ഉഹില്ല ലഹും, പ്രവാചകരെ, ഈ കഴിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ അവർ ചോദിക്കും, പിന്നെ എന്ത് കഴിക്കണം. ഖുൽ ഉഹില്ല ലകുമുത് തയ്യിബാത്ത്, അള്ളാഹു പറയുന്നു, നല്ലതെല്ലാം നിങ്ങൾക്ക് അനുവദനീയമാക്കപ്പെട്ടിരിക്കുകയാണ്. മുമ്പ് കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് അത് കെട്ടതായതുകൊണ്ടാണ്, നല്ലതല്ലാത്തത് ആയതുകൊണ്ടാണ്. നല്ലതൊക്കെ നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ട് തന്നിരിക്കുകയാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ആയത്തിലൂടെ പറയുന്നു. അതിനുശേഷം നേരെ 6-ാമത്തെ ആയത്തിലേക്ക്. 6-ാമത്തെ ആയത്ത് ഏകദേശം അരപ്പേജ് വലിപ്പമുള്ള ആയത്താണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിലാണ് വുദൂഇന്റെ നിയമങ്ങൾ പറയുന്നത്. എങ്ങനെയാണ് വുദൂ എടുക്കേണ്ടത്, നമസ്കാരത്തിന് മുമ്പ് എങ്ങനെയാണ് ശുദ്ധിയാകേണ്ടത്, അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൽ പറയുന്നു. ഈ ആയത്ത് മുമ്പിൽ വെച്ചിട്ടാണ് നമ്മുടെ ഫുഖഹാക്കൾ വുദൂവിന്റെ ഫർദുകളും സുന്നത്തുകളും ഒക്കെ അവർ ക്രോഡീകരിച്ചിരിക്കുന്നത്. ഈ ആയത്തിൽ തന്നെ നിങ്ങൾക്ക് വുദൂവിന് വെള്ളം ലഭിച്ചില്ലെങ്കിൽ തയമ്മും ചെയ്യാം, അങ്ങനെയുള്ളൊരു ഇളവും ഈ ആയത്തിലൂടെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നത്. അതിനുശേഷം അടുത്ത ആയത്ത് നമ്പർ 11, അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം മുസ്ലിം സമൂഹത്തോട് പറയുകയാണ്. മദീനയുടെ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം സായാഹ്നത്തിലേക്ക് എത്തിയിരിക്കുന്നു. മദീന മുഴുവനും ഇസ്ലാമിന്റെ കീഴിലായിരിക്കുന്നു. അവിടുത്തെ ആളുകൾ അള്ളാഹുവിന്റെ നിയമങ്ങൾ പാലിക്കാൻ മത്സരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല 11-ാമത്തെ ആയത്തിലൂടെ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു ഉദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും, അല്ലയോ വിശ്വസിച്ചവരെ, നിങ്ങൾ അള്ളാഹുവിന്റെ ഈ അനുഗ്രഹത്തെ ഇടയ്ക്കിടയ്ക്ക് ഓർക്കണം. ഇദ് ഹമ്മ ഖൗമുൻ അയ്യബ്സുതു ഇലൈക്കും ഐദിയഹും, ഒരുപാട് പ്രയാസങ്ങൾക്ക് ശേഷമാണ് നിങ്ങൾക്ക് ഈ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം എത്തിച്ചേർന്നത്. സുമയ്യ റളിയല്ലാഹു അൻഹയുടെ ഷഹാദത്തിന് ശേഷം
ബിലാൽ റളിയല്ലാഹു അനുഭവിച്ച നിരവധി പീഡനങ്ങൾക്കും അക്രമങ്ങൾക്കും ശേഷം, ഒരുപാട് രക്തസാക്ഷികൾക്ക് ശേഷം, അതിനൊക്കെ ശേഷമാണ് ഈ ദീൻ ഇന്ന് കാണുന്നത് പോലെ ഉണ്ടായിത്തീർന്നത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും നിങ്ങളെ ശത്രുക്കൾക്ക് വിട്ടുകൊടുത്തിരുന്നില്ല. ചരിത്രം പരിശോധിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും, ബദറിൽ നിങ്ങൾക്ക് അത്ഭുതകരമായ വിജയം അല്ലാഹു തന്നു. ശത്രുക്കൾ പോലും അത്ഭുതപ്പെട്ടു പോയി. അത്ഭുതകരമായ വിജയം. ഖന്തഖിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഇങ്ങനെ പടച്ചവൻ ഒരിക്കലും നിങ്ങളെ കൈവിട്ടിട്ടുണ്ടായിരുന്നില്ല. ശത്രുക്കളിൽ നിന്നൊക്കെ നിങ്ങളെ തടഞ്ഞുകൊണ്ട് ഖന്തഖിൽ അറേബ്യ ഒന്നടങ്കം മദീനയെ വളഞ്ഞപ്പോൾ നിങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോടൊപ്പം ആശ്വസിപ്പിച്ചുകൊണ്ട് സമാധാനിപ്പിച്ചുകൊണ്ട് രക്ഷാ കവചമായിട്ടുണ്ടായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അവർ നിങ്ങളെ പാടെ നശിപ്പിച്ചു കളയാൻ വേണ്ടി ഉദ്ദേശിച്ചു, എന്നാൽ അതിനെയൊക്കെ തടുത്തുകൊണ്ട് നിങ്ങളെ ഈ ഒരു നിലയിലേക്ക് അല്ലാഹു എത്തിച്ചു. ദീൻ ഈ ഒരു നിലയിലേക്ക് ഉയർന്നു. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഇതിനെപ്പറ്റി ഓർക്കണം. ഇതൊരു അനുഗ്രഹമാണ്, നിഅമത്താണ് എന്നൊരു ബോധ്യം നിങ്ങൾക്കുണ്ടായിരിക്കണം. നിങ്ങൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യണം. നിങ്ങൾ എപ്പോഴും പറയണം, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് തന്ന ഈ വലിയ ദീനാകുന്ന അനുഗ്രഹത്തെ പറ്റി നിങ്ങൾ വീടുകളിൽ ചർച്ച ചെയ്യണം, മക്കളോട് ചർച്ച ചെയ്യണം. ഈ ദീൻ നിഅമത്താണ്, അനുഗ്രഹമാണ് എന്നുള്ള ബോധ്യം നമ്മൾ അവരിലേക്ക് ഇട്ടുകൊടുക്കണം. ഇല്ലെങ്കിൽ ദീനിന്റെ നിയമങ്ങൾ അനുസരിക്കൽ വലിയ പ്രയാസമാണ്. മാഇദ അവസാനത്തെ സൂറത്തുകളിലൊന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലൂടെയാണ് പറയുന്നത്, മുമ്പ് കുറെ നിയമങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് വില കൽപ്പിക്കാൻ സാധിക്കണമോ? യാ അയ്യുഹല്ലദീന ആമനൂ ഉസ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും. ഈ ദീൻ അനുഗ്രഹമാണ് എന്ന ബോധ്യം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. നമ്മൾ നമ്മളുടെ വീട്ടിൽ മക്കളോട് ചർച്ച ചെയ്യണം. ഈ ദീൻ നമുക്ക് കിട്ടിയതിന്റെ വില നമുക്ക് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. നമുക്ക് ദീൻ ഇല്ലാത്തൊരവസ്ഥ നമ്മൾ സങ്കല്പിച്ചു നോക്കണം. എന്തായിരിക്കും നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ, ചുറ്റുപാടുകൾ? ഈ ദീൻ കിട്ടിയതിൽ നമ്മൾ വിലമതിക്കണം. മുൻഗാമികളെ ദീനിനു വേണ്ടി സഹിച്ച ത്യാഗങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കണം. ആ ത്യാഗങ്ങൾ മുമ്പിലുണ്ടെങ്കിൽ ദീന്റെ നിയമങ്ങൾ അനുസരിക്കൽ വളരെ എളുപ്പമായി തീരും. നമ്മൾ വളരെ മൂല്യത്തോടുകൂടി ഈ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ വാരി പുണരാൻ കാരണമാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത ആയത്തുകളിൽ ബനൂ ഇസ്രായേലിയരുടെ സംഭവമാണ് പറയുന്നത്. 12ാമത്തെ ആയത്ത് മുതൽ 2-3 പേജുകളിൽ ബനൂ ഇസ്രായേലിയരെ പറ്റി പറയുന്നു. അല്ലാഹു പറയുന്നു, വളരെ കൂടുതൽ അനുഗ്രഹങ്ങൾ ഞാൻ ചെയ്തു കൊടുത്ത ഒരു കൂട്ടരായിരുന്നു ബനൂ ഇസ്രായേലിയർ. എന്നാൽ അവർക്ക് നാം കൊടുത്ത ദീനിനെ അവർ വിലമതിച്ചില്ല. അവരിലേക്ക് നാം അയച്ച പ്രവാചകന്റെ വാക്കുകളെ അവർ ചെവികൊണ്ടില്ല. അതിന്റെ ഫലമായിട്ട് അവർക്ക് സംഭവിച്ച ദുരന്തങ്ങൾ അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വരുന്നത്. ആയത്ത് നമ്പർ 20 മുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഇദ് ഖാല മൂസ ലിഖൗമിഹി യാ ഖൗമി ഇദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ ജനതയോട് പറഞ്ഞു, ഉദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും. നമ്മൾ തൊട്ടു മുമ്പ് ഓതിയ ആയത്തിന്റെ അതേ മുഖം, ഉദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും. അള്ളാഹുവിന്റെ അനുഗ്രഹം നിങ്ങൾ ഓർക്കണം. ഈ മതം പടച്ചവന്റെ അനുഗ്രഹമാണ്, നിങ്ങൾ അത് അനുഗ്രഹമായിട്ട് കാണണം. എന്നാൽ അവർ ചെവി കൊള്ളാൻ തയ്യാറായില്ല. മൂസ അലൈഹിസ്സലാം ചരിത്രത്തിൽ വരുന്നുണ്ട്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം സിറിയയിലെ ഒരു പ്രദേശം, അവിടേക്ക് കയറിയാൽ ആ രാജ്യം അവർക്ക് കീഴ്പ്പെടുത്തി കൊടുക്കാം, അവിടെ സ്വസ്ഥമായ ഒരു ജീവിതം നിങ്ങൾക്ക് സാധ്യമാകും എന്ന് അനുയായികളോട് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയുണ്ടായി. അങ്ങനെ അവർ ആ രാജ്യത്തിലേക്ക് കടക്കുന്നതിന് വേണ്ടി യാത്ര തുടർന്നു. ആ രാഷ്ട്രത്തോട് അടുത്തപ്പോഴാണ്, രാജ്യത്തോട് അടുത്തപ്പോഴാണ്, ആ നാടുമായിട്ട് അടുത്തപ്പോഴാണ് അമാലിഖ എന്നൊരു കൂട്ടർ അവിടെ താമസമുണ്ട്, വളരെ ശക്തരാണ് അവർ എന്നൊക്കെ അവർക്ക് അറിയാൻ സാധിച്ചത്. അവർ പിന്മാറിക്കളഞ്ഞു. ഇല്ല, ഞങ്ങൾക്ക് പ്രവേശിക്കാൻ സാധിക്കുകയില്ല, കൂടെയുള്ളത് അള്ളാഹുവിന്റെ പ്രവാചകനാണ്, കൽപ്പന അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുമാണ്, അതൊന്നും അവർ ചിന്തിക്കുന്നില്ല, അവർ പിന്മാറുകയാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 23ാമത്തെ ആയത്തിലൂടെ പറയുന്നു, ഖാല റജുലാനി മിനല്ലദീന യഖാഫൂൻ അൻഅമല്ലാഹു അലൈഹിം അദ്ഖുലു അലൈഹിമുൽ ബാബ്. അവരുടെ കൂട്ടത്തിലുള്ള 2 പേർ, മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അനുയായികളിൽപ്പെട്ട 2 പേർ പറഞ്ഞു, നിങ്ങൾ കയറിയാൽ മതി, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തരും. ഈ ആയത്ത് പറയുന്നു, എല്ലാ കൂട്ടത്തിലും നല്ലവരുണ്ടാകും, പക്ഷെ തീരുമാനങ്ങൾ സമൂഹത്തിന്റെ നിലപാടുകൾക്കനുസരിച്ചായിരിക്കും. ഇവിടെയും മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൂട്ടത്തിലും നല്ല ആളുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഈ സമൂഹം ആ നാട്ടിലേക്ക് കയറാൻ തയ്യാറാകുന്നില്ല. അത് കാരണമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ തഴഞ്ഞു കളഞ്ഞു. ഖാല ഫഇന്നഹാ മുഹറമത്തുൻ അലൈഹിം 40 സന. 26ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പറയുന്നു,
ഇനി വർഷങ്ങളോളം 40 വർഷത്തോളം ഈ നാട് നിങ്ങൾക്ക് വിലക്കപ്പെട്ടതായിരിക്കും, നിങ്ങൾക്ക് അതിൽ പ്രവേശിക്കാനേ സാധിക്കുകയില്ല. അവരാ മരുഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്ന് അവസാനം വർഷങ്ങൾക്ക് ശേഷമാണ് ഇതേ നാട്ടിലേക്ക് അവർക്ക് പ്രവേശിക്കാൻ സാധിച്ചത്. സമൂഹത്തിൽ നല്ല ആളുകൾ ഉണ്ടാകും, ഉറപ്പാണ്. പക്ഷേ സമൂഹത്തിന്റെ മുഴുവനായ പൊതു നിലപാടുകൾക്കനുസരിച്ചായിരിക്കും പടച്ചവന്റെ തീരുമാനം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ നന്നായി, ഞാൻ പടച്ചവന്റെ കൽപ്പനകൾ അംഗീകരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സമൂഹത്തെ ശ്രദ്ധിക്കണം. സമൂഹത്തെ ശ്രദ്ധിക്കണമെങ്കിൽ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ കുടുംബങ്ങൾ നന്നാകണം, വ്യക്തികൾ നന്നാവണം. അതിലൂടെ സമൂഹം നന്നായി തീരുന്നതാണ്. അടുത്തത് വളരെ പ്രസിദ്ധമായ ഒരു സംഭവമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല 27-ാമത്തെ ആയത്തിലൂടെ പറഞ്ഞു വെക്കുന്നത്, വത്ലു അലൈഹിം നബഅ അബ്നൈ ആദമ ബിൽ ഹഖ് ഇദ് ഖറബ ഖുർബാന. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ 2 മക്കൾ ഖാബീൽ, ഹാബീൽ. ഖാബീൽ അഹങ്കാരിയായിരുന്നു, കർഷകനായിരുന്നു. ഹാബീൽ ആട്ടിടയൻ, വിനയാന്വിതനായ വ്യക്തി. ഇവർ രണ്ടുപേരും പടച്ചവന്റെ മുമ്പിൽ നേർച്ച സമർപ്പിച്ചു. അന്നത്തെ കാലത്ത് നേർച്ച സ്വീകരിക്കുന്നതിന്റെ അടയാളം ആകാശത്ത് നിന്നൊരു തീ വരും. ആരുടെ നേർച്ചയാണോ സ്വീകരിക്കപ്പെടുന്നത് അതിനെ തിന്നുകളയും. അതായിരുന്നു. ഹാബീലിന്റെ നേർച്ച സ്വീകരിക്കപ്പെട്ടു. ഇതിൽ ഖാബീലിന് വലിയ ദേഷ്യം. ഹാബീലിനെ ഖാബീൽ വകവരുത്തുകയുണ്ടായി. ഖുർആൻ അതിനെപ്പറ്റി പറയുന്നു, ലഇൻ ബസത്ത ഇലയ്യ യദക ലിതഖതുലനി മാ അന ബിബാസിതി യദിയ ഇലൈക ലിഅഖതുലക. 28-ാമത്തെ ആയത്ത്. ഹാബീലിനെ കൊല്ലാൻ വേണ്ടി ഖാബീൽ തുനിഞ്ഞപ്പോൾ ഹാബീൽ പറഞ്ഞു, ഞാൻ എന്തായാലും താങ്കളെ കൊല്ലുകയില്ല. നമ്മൾ ഇന്ന് മക്കളോട് ഈ ഒരു ബോധ്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഇങ്ങോട്ട് അന്യായം ചെയ്താലും അങ്ങോട്ട് അന്യായം ചെയ്യുക, അവർ തോന്നിയവാസം ചെയ്താലും തിരിച്ചങ്ങോട്ട് തോന്നിയവാസം ചെയ്യുക. ഇത് ഇസ്ലാമിന്റെ നടപടിയല്ല. പ്രതിരോധം വേണ്ടെന്നല്ല, പ്രതിരോധിക്കണം. പക്ഷെ ഒരാൾ അന്യായം ചെയ്യുമ്പോൾ നമ്മളും അവരുടെ നിലവാരത്തിലേക്ക് താഴ്ന്നിട്ട് തിരിച്ചന്യായം ചെയ്യുക, ഇത് ഇസ്ലാമിന്റെ രീതിയല്ല. ഇന്ന് ചെറിയ ഉടക്കുകൾ, സംസാരങ്ങൾ അത് വലിയ കൊലയിലേക്ക് കൊണ്ടെത്തിക്കുന്നു. നമ്മൾ വാർത്തകളിൽ നിരന്തരം ഇന്നത്തെ വാർത്തകൾ അതിന്റെ പത്രക്കട്ടിങ്ങുകളാണ്. സംസാര തർക്കം, വാശി, വൈരാഗ്യം മനുഷ്യരെ കൊല്ലുന്നതിലേക്ക് എത്തിക്കുന്നു. ഖുർആൻ പറയുന്നു, ലഇൻ ബസത്ത ഇലയ്യ യദക ലിതഖതുലനി. ഹാബീൽ ഖാബീലിനോട് പറഞ്ഞു, നീ എന്നോട് അന്യായം ചെയ്താലും, നീ എന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും ഞാൻ നിന്നോട് അന്യായം ചെയ്യുകയില്ല. ഈ ഒരു നിലപാട് നാം നമ്മുടെ പുതുതലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കണം. അന്യായം ചെയ്താൽ അതിന് പകരം അന്യായം ചെയ്യുക എന്നുള്ളതല്ല നിലപാട്. ഈ സംഭവത്തിനെ തുടർന്ന് അല്ലാഹു പറയുന്നു, അങ്ങനെ ഒടുവിൽ ഖാബീൽ ഹാബീലിനെ കൊല്ലുകയാണ്. ഫബഅസല്ലാഹു ഗുറാബൻ യബ്ഹതു ഫിൽ അർദ്. കൊന്നു കഴിഞ്ഞു. ഇനി ഈ ജഡം എന്ത് ചെയ്യും? ആകെ അസ്വസ്ഥനായ ഖാബീൽ എന്ത് ചെയ്യും? ജഡം എന്ത് ചെയ്യണമെന്ന് ഒരു നിശ്ചയവുമില്ല. ഖുർആൻ പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല 2 കാക്കകളെ അവിടേക്ക് അയച്ചു. ആ 2 കാക്കകൾ തമ്മിൽ ശണ്ട കൂടി. ഒരു കാക്ക മറ്റേ കാക്കയെ കൊന്നുകളഞ്ഞു. എന്നിട്ട് ആ കാക്ക ഭൂമിയിൽ ഒരു കുഴി തോണ്ടി തന്റെ കൂട്ടത്തിലുണ്ടായിരുന്ന കാക്കയെ അവിടെ മറമാടുകയാണ്. ഇത് കണ്ട് ഖാബീൽ വളരെ അശക്തനായി അദ്ദേഹം പറഞ്ഞു, ഖാല യാ വൈലത അഅജസ്തു അൻ അകൂന മിത്ല ഹാദൽ ഗുറാബ്. ഈ കാക്കയെ പോലെ പോലും എനിക്ക് ചിന്തിക്കാൻ സാധിക്കുന്നില്ലല്ലോ, ഇത്രയും അശക്തനായി പോയല്ലോ ഞാൻ എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ ഇരുന്ന് അസ്വസ്ഥനാകുന്നുണ്ട്. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിന്റെ ജുഡീഷ്യറി നിയമങ്ങൾ പറയുകയാണ്. ഇസ്ലാമിന്റെ നിയമങ്ങൾ, ഒരു രാഷ്ട്രത്തിൽ ഉണ്ടാകേണ്ട ഇസ്ലാമിക നിയമങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെക്കുന്നു. മിൻ അജ്ലി ദാലിക് 32-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പറയുന്നു, പ്രസിദ്ധമായ ആയത്ത്, ആശയസമ്പുഷ്ടമായ ആയത്ത്. ആരെങ്കിലും മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ, ആരെങ്കിലും ഒരാളെ അന്യായമായി വകവരുത്തുകയാണെങ്കിൽ, ഔ ഫസാദിൻ ഫിൽ അർദി, അല്ലെങ്കിൽ ഭൂമിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ, കലാപങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ആരെങ്കിലും മനുഷ്യരെ കൊന്നാൽ, ഫകഅന്നമാ ഖതലൻ നാസ ജമീഅ, അവൻ മുഴുവൻ മനുഷ്യരെയും കൊന്നതുപോലെയാണ്. ഇസ്ലാമിന്റെ നിയമമാണ്, ഒരാളെ അന്യായമായിട്ട് ആരെങ്കിലും വധിച്ചാൽ ആ കൊലയാളിയെ വധിച്ചു കളയണം. അതിന്റെ പ്രസക്തി നമുക്ക് ഇന്നത്തെ കാലത്ത് വളരെ വ്യക്തമാണ്. ആൾക്കാരെ കൊല്ലുന്നു, കൂട്ടക്കൊലകൾ നടത്തുന്നു, വീണ്ടും അവർ കൊലകൾ ചെയ്യാൻ താല്പര്യപ്പെടുകയാണ്.
ആരെങ്കിലും ഇന്ന് നമ്മൾ പറയും ഒരാളെ കൊന്നു, പകരം ആ കൊലയാളിയെ കൊല്ലുന്നത് എന്തിനാണ്? അന്ന് കൊന്നാൽ അദ്ദേഹം തിരിച്ചു വരുമോ? മരിച്ച ആൾ തിരിച്ചു വരുമോ? ഇല്ലെങ്കിൽ ആ കൊല്ലപ്പെട്ട ആൾ ഏതായാലും മരിക്കേണ്ടതല്ലേ? പടച്ചവന്റെ തീരുമാനമല്ലേ അത്? അതിന് ഈ കൊലയാളി എന്തിനാണ് കൊന്നുകളയുന്നത്? അതുപോലുള്ള ന്യായങ്ങൾ. ഇല്ലെങ്കിൽ ഉദാഹരണത്തിന് ഒരാൾ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു, അയാളെയാണ് എന്ത് ചെയ്തത്? കൊന്നത്. ഏതായാലും മരിക്കാൻ പോകുന്ന ഒരാളെയാണ് കൊന്നത്. പിന്നെ ഈ കൊലയാളിക്ക് എന്തിനാണ് വധശിക്ഷ ഇസ്ലാം നൽകുന്നത്? സൂറത്തുൽ മാഇദയിലൂടെ അള്ളാഹു പറയുന്നു അതിന്റെ തത്വം. കൊലയാളിയെ അന്യായമായിട്ട് ഒരാളെ ആരെങ്കിലും വധിച്ചാൽ അയാളെ കൊല്ലണം എന്ന് പറയുന്നതിന്റെ തത്വം, അന്യായമായിട്ട് അവൻ ഒരാളെയാണ് കൊന്നതെങ്കിലും മുഴുവൻ മനുഷ്യരെയും കൊല്ലാനുള്ള മാനസികാവസ്ഥയാണ് അവനുള്ളത്, ഇനിയും അവൻ കൊല്ലും. അതുകൊണ്ടാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഖിസാസ്, സൂറത്തുൽ ബഖറയിലൂടെ നമ്മൾ അതിനെ പരിചയപ്പെടുത്തി. വലക്കും ഫിൽ ഖിസാസി ഹയാത്ത്. ഖിസാസിൽ പ്രത്യക്ഷത്തിൽ കേൾക്കുമ്പോൾ വളരെ പരുഷമായ നിയമമാണെന്ന് നിങ്ങൾക്ക് തോന്നും, പക്ഷെ അതിലാണ് നിങ്ങൾക്ക് സ്വസ്ഥമായ ജീവിതമുള്ളത്. വലക്കും ഫിൽ ഖിസാസി ഹയാത്തു യാ ഉലിൽ അൽബാബ്. ബുദ്ധിയുള്ളവരെ ചിന്തിച്ചുകൂടെ? ഈ നമ്മളുടെ നിലവിൽ നടന്ന കൊലപാതകങ്ങളിൽ നമ്മൾ ഈ അടുത്തും പത്രത്തിൽ കണ്ടു, ന്യൂസിൽ കണ്ടു, ഒരു ടീച്ചർ ഷഹബാസ് എന്ന കുട്ടി മരണപ്പെട്ടപ്പോൾ അതിനു വേണ്ടിയിട്ട് വാദിക്കുന്നതിനിടയിൽ പറഞ്ഞു സൗദിയിലെ നിയമങ്ങൾ വരണം, അവിടുത്തെ നിയമങ്ങൾ വരണം, നിയമങ്ങൾ കടുപ്പപ്പെടണം, എന്നാൽ മാത്രമേ അക്രമങ്ങൾ ഇല്ലാതാകുകയുള്ളൂ, സ്വസ്ഥമായ ജീവിതം സാധ്യമാകുകയുള്ളൂ. സൂറത്തു മാഇദ അതാണ് നമ്മളോട് പറയുന്നത്. മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ, ആരെങ്കിലും അന്യായമായിട്ട് ആരെങ്കിലും കൊല്ലുകയാണെങ്കിൽ ഫകഅന്നമാ ഖതല അന്നാസ ജമീഅ, മുഴുവൻ മനുഷ്യരെയും കൊന്നതിന് തുല്യമാണ്. ആ മാനസിക അവസ്ഥയിലുള്ളവനാണ് അവൻ. അതുകൊണ്ടാണ് അവനെ വകവരുത്തണം എന്ന് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നിലപാട് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും നിയമങ്ങൾ, മോഷണത്തിന്റെ നിയമം ആയത്ത് നമ്പർ 38 അല്ലാഹു പറയുന്നു വസ്സാരിഖു വസ്സാരിഖതു ഫഖതഉ ഐദിയഹുമാ ജസാഅൻ ബിമാ കസബാ നകാലൻ മിനല്ലാഹ്. ആരെങ്കിലും മോഷണം നടത്തുകയാണെങ്കിൽ നിങ്ങൾ അവരുടെ കരങ്ങൾ മുറിക്കണം. ജസാഅൻ ബിമാ കസബാ നകാലൻ മിനല്ലാഹ്, അതിന്റെ പ്രതിക്രിയയായിട്ട് നിങ്ങൾ അവരുടെ കൈകൾ മുറിക്കേണ്ടതാണ്. പെട്ടെന്ന് കേൾക്കുമ്പോൾ വളരെ പരുഷമായ നിയമം, കഠിനമായ നിയമം. എന്നാൽ ഇതിലാണ് സ്വസ്ഥമായ ജീവിതം ഉണ്ടാകുന്നത്. മോഷണത്തെ നിർമാർജനം ചെയ്യാൻ, ഇല്ലാതാക്കാൻ ഇതിലൂടെ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. പരിശുദ്ധമായ ഖുർആൻ താത്വികമായിട്ട് നിയമത്തെ അവലോകനം ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിക രാഷ്ട്രത്തോട്, സഹാബാക്കളോട് പറയുകയാണ്. 112-ാമത്തെ അധ്യായം അവതരണ ക്രമത്തിൽ ഖുർആൻ ഏകദേശം അവതരിച്ച് തീരാറായി. നിങ്ങൾ വലിയൊരു സമൂഹമായിട്ട് മാറി ലോകത്തേക്ക് നിങ്ങൾ വ്യാപിക്കാൻ പോകുന്നു. നിങ്ങൾക്കിടയിൽ നിയമ മാനദണ്ഡങ്ങൾ ഉണ്ടായിരിക്കണം. നിങ്ങൾ വലിയ രാഷ്ട്രങ്ങളാകും പിൽക്കാലത്ത്. ആ സമയത്ത് നിലവിൽ മദീനയിലും നിങ്ങൾ പാലിക്കേണ്ട നിയമങ്ങൾ ഇതൊക്കെയാണ്. ഇതിലൊക്കെയാണ് സ്വസ്ഥമായ ജീവിതമുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം നിയമങ്ങളാണ് പറഞ്ഞു വെക്കുന്നത്. തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അന്യമതസ്ഥരോടുള്ള, അന്യമതത്തോടുള്ള നിലപാട് എന്തായിരിക്കണമെന്ന് വ്യക്തമാക്കുന്നു. തുടർന്നുള്ള ആയത്തുകളിൽ അവരുമായിട്ട് നിങ്ങൾ സഹകരിച്ചു പോകണം, മുമ്പോട്ട് പോകണം, സന്തോഷത്തോടെ സ്നേഹത്തോടെ മുമ്പോട്ട് പോകണം, മാനുഷികമായ പരിഗണനകൾ അവർക്ക് നൽകണം. ഈ സൂറത്ത് മാഇദയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തുടക്കത്തിലായത്തും ഇടയിലും 2 തവണ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു ആയത്തുണ്ട്. വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു. ഒരു സമൂഹത്തോട് നിങ്ങൾക്ക് വിരോധമുണ്ട്, ദേഷ്യമുണ്ട് എന്നത് അവർക്കെതിരിൽ അനീതി കാണിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കരുത്. അതിന് നിങ്ങൾ ഒരിക്കലും മുതിരരുത്. നിങ്ങൾക്ക് ആരെയെങ്കിലും ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് അവരെ കള്ളക്കേസിൽ കൊടുക്കുക, അഭിമാനക്ഷതമേക്കുന്ന ആരോപണങ്ങൾ പറഞ്ഞു പരത്തുക, ഇതൊരിക്കലും മുസ്ലിം സമൂഹത്തിന് യോജിച്ചതല്ല. 2 തവണ അല്ലാഹു ആവർത്തിച്ച് മാഇദയിൽ പറയുന്നു വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു. ഒരു സമൂഹത്തോട് നിങ്ങൾക്ക്, ഇല്ലെങ്കിൽ ഒരാളോട് നിങ്ങൾക്ക് വൈരാഗ്യം ഉണ്ടായിരിക്കാം, ഇല്ലെങ്കിൽ വിഷമമുണ്ടായിരിക്കാം, അദ്ദേഹത്തോട് നിങ്ങൾക്ക് അത്ര സുഖകരമല്ലാത്ത ബന്ധമായിരിക്കാം. പക്ഷെ അത് കാരണമായിട്ട് അദ്ദേഹത്തിനെതിരിൽ അനീതി കാണിക്കുന്നത് ഒരിക്കലും തടയപ്പെടേണ്ട കാര്യമാണ്. ഒരിക്കലും പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന കാര്യമല്ല ഇസ്ലാമിൽ. അന്യമതസ്ഥരുമായുള്ള ബന്ധത്തിന്റെ വിഷയത്തിലും അല്ലാഹു പറയുന്നു നിങ്ങൾ അവരോട് സ്നേഹത്തോടെ ഇടപഴകണം. ഖുർആനിന്റെ പ്രധാനമായ അഭിസംബോധന യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, നിങ്ങൾക്ക് റഹ്മത്തായിട്ടാണ്, കാരുണ്യമായിട്ടാണ് ഈ മതം അവതരിച്ചിട്ടുള്ളത്. ലോകർക്ക്
കാരുണ്യമായിട്ടാണ് ഈ മതത്തിന്റെ പ്രവാചകൻ വന്നിട്ടുള്ളത്. ഈ മതത്തിന്റെ അനുയായികളും അതേപോലെയാകണം. എല്ലാവർക്കും നന്മ എത്തണം എന്നൊരാഗ്രഹമായിരിക്കണം നിങ്ങൾക്കുള്ളത്. എന്നാൽ നിങ്ങൾ മതത്തിൽ ഇതിനെ കൈകടത്തരുത്. മതങ്ങൾ തമ്മിലല്ല സൗഹാർദ്ദം വേണ്ടത്, മനുഷ്യൻ തമ്മിലാണ്. നിങ്ങൾ മറ്റു മതങ്ങൾ, അമ്പലത്തിൽ പോകുന്നു, ക്രൈസ്തവ ദേവാലയങ്ങൾ പോകുന്നു, ഇതൊന്നും അവിടെ പോയിട്ട് അവരുടെ ആരാധനകൾ അനുകരിക്കുന്നു, ഇതൊക്കെ ഇസ്ലാം തടയുന്ന കാര്യമാണ്. ഇതൊന്നും പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതല്ല ആയത്തിന്റെ വിവക്ഷ. നിങ്ങൾ അവരോട് സന്തോഷത്തോടെ ഇടപഴകണം. മതത്തിന്റെ വിഷയത്തിൽ ഇസ്ലാമിന്റെ നിലപാട് ലക്കും ദീനുക്കും വലിയ ദീൻ, അവർക്ക് അവരുടെ മതം, നിങ്ങൾക്ക് നിങ്ങളുടെ മതം. മത നിയമങ്ങളിൽ യാതൊരു അഡ്ജസ്റ്റ്മെന്റിനും നിങ്ങൾക്ക് അനുവാദമില്ല. അത് ഒരിക്കലും അംഗീകരിക്കപ്പെടേണ്ട കാര്യമല്ല. ഇന്ന് മുസ്ലിം സമുദായമാണ് ഇങ്ങനെ മതത്തിന്റെ വെളിയിലേക്ക് പോയിട്ട് ബാക്കി മതങ്ങളെ അനുകരിക്കാൻ ശ്രമിക്കുന്നത്, അവരോടൊപ്പം ഉണ്ടെന്ന് കാണിക്കാൻ. ബാക്കി മതങ്ങളിലൊന്നും ഈ ഒരു പ്രവണത ഇത്രയേറെ തീവ്രതയോടെ ഇല്ല. മുസ്ലിം സമൂഹം സൂറത്ത് മാഇദയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, സ്നേഹത്തോടെ ഇടപഴകണം, സന്തോഷത്തോടെ ഇടപഴകണം, പരിഗണിക്കണം അവരെ. പക്ഷേ മതത്തിന്റെ വിഷയത്തിൽ യാതൊരുവിധ അഡ്ജസ്റ്റ്മെന്റിനും തയ്യാറാകരുത്. അത് മണ്ടത്തരമാണ്. സൂറത്ത് മാഇദ പറയുന്നു. തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല 90-ാമത്തെ ആയത്തിലൂടെ മദ്യത്തെ നിർമാർജനം ചെയ്തുകൊണ്ടുള്ള ആയത്ത് അവതരിപ്പിക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനു ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബ്. അമേരിക്കയിൽ അവർക്ക് കുറെ കാലഘട്ടത്തിന് ശേഷം ബോധോദയമുണ്ടായി. നമ്മുടെ രാജ്യത്തിന്റെ പ്രശ്നങ്ങളുടെ മൂല കാരണം മദ്യമാണ്. അവരങ്ങനെ അതിനെ നിരോധിക്കാൻ തീരുമാനിച്ചു. ബില്യൺ കണക്കിന് ഡോളറുകൾ ചെലവാക്കി പരസ്യങ്ങൾ ഉണ്ടാക്കി പ്രചരിപ്പിച്ചു. മനുഷ്യരുടെ ഉള്ളിലേക്ക് ഇറങ്ങുന്ന കണ്ടന്റുകൾ പരസ്യങ്ങളാക്കി അവർ പ്രചരിപ്പിച്ചു. ഒരു ദിവസം മദ്യം പാടെ ഇല്ലാതെയാക്കി, അത് ലഭിക്കാത്ത രീതിയിലാക്കി. എന്നാൽ സമൂഹം പെട്ടെന്ന് അക്രമാസക്തരായി. അവർ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ തല്ലി ചതയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. ആളുകളെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. ഒടുവിൽ ആ നിയമത്തെ അവർക്ക് പിൻവലിക്കേണ്ടി വന്നു. കോടികളുടെ നഷ്ടങ്ങൾ ഉണ്ടായി. വീണ്ടും അവർ ഇത്തരം ലഹരിക്കെതിരായ നിയമങ്ങൾ രാജ്യത്ത് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അതിൻ്റെയൊക്കെ പരിണിത ഫലം അക്രമങ്ങൾ വർദ്ധിച്ചു. ആളുകളെ പരസ്പരം ഉപദ്രവിക്കാൻ തുടങ്ങി. അങ്ങനെ ഈ നിയമങ്ങളൊക്കെ അവർക്ക് പിൻവലിക്കേണ്ടി വന്നു. ഇന്ന് നമ്മുടെ നാട്ടിലും ലഹരി നിന്നൊരു ആൾ മാറിക്കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതത്തോടു കൂടിയാണ് നോക്കുന്നത്. കാരണം അത്രയേറെ പ്രയാസപ്പെട്ട ഒരു കാര്യമാണത്. ലഹരിയിൽ നിന്ന് മാറി നിൽക്കുക, തിരിച്ചു വരിക എന്നൊക്കെ പറഞ്ഞാൽ ഈ അടുത്ത കാലഘട്ടങ്ങളിലായിട്ട് വളരെയേറെ ജനസ്വാധീനമുള്ള വാർത്തകളായിട്ട് ഇത്തരം വാർത്തകൾ മാറാറുണ്ട്. ആളുകൾ വളരെ സ്വീകാര്യതയോടെ അത്ഭുതത്തോടു കൂടിയാണ് ഇത്തരം വാർത്തകളെ കാണുന്നത്. ഞാൻ ലഹരി ഉപയോഗിക്കുമായിരുന്നു, എന്നാൽ ഇന്ന് അതിൽ നിന്ന് ഞാൻ മാറി. അത് ഉപയോഗിച്ചു കൊണ്ടിരുന്നപ്പോൾ എനിക്ക് വീട്ടുകാരെ തിരിച്ചറിയാൻ പറ്റത്തില്ലായിരുന്നു. ഇന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള ഒരു ജീവിതമായിരുന്നു. നമ്മൾ അത്ഭുതത്തോടു കൂടി അവരെ കാണാറുണ്ട്, ബഹുമാനത്തോടു കൂടി അവരെ നോക്കിക്കാണുന്നു. അറബികളുടെ സാഹചര്യം നമുക്കറിയാം. ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ എൻ്റെ ഖബറിന് മീതെ ഒരു മുന്തിരിച്ചെടി നടണം. അതിൽ നിന്ന് വരുന്ന മുന്തിരി ചാറ് വരികയാണെങ്കിൽ അതുകൊണ്ട് സന്തോഷത്തോടെ ഞാൻ ആ ഖബറിനുള്ളിൽ ശവകുടീരത്തിൽ താമസിക്കുന്നതാണ്, ശിഷ്ടകാലം കഴിയുന്നതാണ് എന്ന് പോലും. അവരുടെ ജീവിതം മുഴുവനും മദ്യമായിരുന്നു. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഘട്ടം ഘട്ടമായാണ് അതിനെ ഇല്ലാതാക്കുന്നത്. ഈ സൂറത്ത് മാഇദ നമ്മൾ പറഞ്ഞു അവസാനമായി ഇറങ്ങിയ സൂറത്തുകളിലൊന്ന്. ഈ സൂറത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായിട്ടും മദ്യത്തെ നിരോധിച്ചുകൊണ്ടുള്ള ആയത്തിറങ്ങുന്നത്. ഇന്ന് അറബികളുടെ ജീവിതത്തിൽ നിന്ന് മദ്യം മാറി നിൽക്കുകയാണ്. എന്നാൽ ഈ ആയത്ത് അവതരിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള സന്ദർഭമാണ് പറയുന്നത്. ആ കാലഘട്ടത്തിൽ മദ്യം അവരുടെ ജീവിതത്തിന്റെ പ്രധാന ഘടകമല്ല. എന്നാൽ നമ്മുടെ നാട്ടിലെ ചായക്കടകൾ പോലെ അന്നും മദ്യശാലകൾ ഉണ്ടായിരുന്നു. ചെറിയ ചെറിയ ആളുകൾക്ക് കൂടി ഇരിക്കാനുള്ള സാഹചര്യങ്ങൾ, സംവിധാനങ്ങൾ. ഈ ആയത്ത് അവതരിച്ചു. യാ അയ്യുഹല്ലദീന ആമനു ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ. ഇതൊക്കെ മദ്യം, ചൂതാട്ടം, ഇതൊക്കെ പിശാചിന്റെ പ്രവർത്തനങ്ങളാണ്. നിങ്ങൾക്ക് വിജയിക്കണമോ, വിജയികളാകണമോ, ലോകത്തിന് മുമ്പിൽ അഭിമാനത്തോടെ തല ഉയർത്തി നിൽക്കണമോ, ഇതൊക്കെ നിങ്ങൾ ഉപേക്ഷിക്കണം. സഹാബാക്കൾ ഒന്നടങ്കം തയ്യാറായി. ചരിത്രത്തിൽ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഇരിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ അവർ
തകർത്തു മാറ്റി മദീനയിലൂടെ മദ്യത്തിന്റെ പുഴ ഒഴുകി ബാരലുകളിൽ സൂക്ഷിച്ചിരുന്ന മദ്യങ്ങൾ അതൊക്കെ സഹാബാക്കൾ എടുത്ത് കമത്തി. സഹാബാക്കളുടെ അവർ ഉദ്ധരിക്കുന്ന റിപ്പോർട്ടുകളിൽ കാണാൻ സാധിക്കും, മദീനയിൽ മദ്യത്തിന്റെ ഒരു പുഴ ഒഴുകുമാറ് മദ്യം അവർ കമഴ്ത്തി കളയുകയാണ്. വളരെ സക്സസ് ആയ ഒരു മാർഗം, ലഹരി ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ട്, അഡിക്ഷൻ മാറ്റാൻ വേണ്ടിയിട്ട് പരിശുദ്ധമായ ഖുർആൻ സൂറത്തു മാഇദ, യാ അയ്യുഹല്ലദീന ആമനു ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അജ്സാമു റിജ്സും മിൻ അമലി ശൈത്താൻ. ഒടുവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു മാഇദ അവസാനിപ്പിക്കുന്നു. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം, ക്രൈസ്തവ മതം, അതിലുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ട് ബനൂ ഇസ്രായേലിയർക്ക്, ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അനുയായികൾക്ക് അള്ളാഹു ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളെ പറ്റി പറയുന്നു. ഒരുപാട് അനുഗ്രഹങ്ങൾ ഞാൻ ചെയ്തു തന്നില്ലേ? ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമയ്ക്ക് രോഗികളെ സുഖപ്പെടുത്താനുള്ള, മാറാ രോഗങ്ങളെ മാറ്റാനുള്ള കഴിവുകളൊക്കെ നൽകിയില്ലേ? അല്ലയോ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമൂഹമേ, അൻസിൽ അലൈനാ മാഇദതൻ മിനസ് സമാ, ആകാശത്ത് നിന്നും ഒരു ഭക്ഷണ തളിക ഞങ്ങൾക്ക് ഇറക്കിത്തരണം പടച്ചവനെ, ഞങ്ങൾക്കത് ആഘോഷമായിട്ട് കൊണ്ടാടാനാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അത്ഭുതകരമായ രീതിയിൽ നിങ്ങൾക്കൊക്കെ അത് ഇറക്കി തന്നില്ലേ എന്ന് അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു മാഇദയിലൂടെ ചോദിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല 117-ാമത്തെ ആയത്തിലൂടെ 116-ാമത്തെ ആയത്തിൽ അല്ലാഹു ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമയോട് നാളെ അന്ത്യദിനത്തിൽ ചോദിക്കുന്ന രംഗങ്ങൾ വിവരിക്കുകയാണ്. വഇദ് ഖാല അല്ലാഹു യാ ഈസ ഇബ്ന മറിയം, ഈസ ഇബ്ന മറിയമിനോട് അല്ലാഹു ചോദിക്കും, അൻത ഖുൽത ലിന്നാസി ഇത്തഖിദൂനി വ ഉമ്മിയ ഇലാഹൈനി മിൻ ദൂനില്ലാ. സൂറത്തു മാഇദ അവസാനിക്കുകയാണ്. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിക്കുന്നു, താങ്കളാണോ പറഞ്ഞത് എന്നെ കൂടാതെ, പടച്ചവനെ കൂടാതെ താങ്കളെയും താങ്കളുടെ മാതാവിനെയും ആരാധ്യ വസ്തുവായി സ്വീകരിക്കണമെന്ന് താങ്കളാണോ പറഞ്ഞത്? ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം പേടിച്ച് വിറയ്ക്കുന്നതാണ് തഫ്സീറുകളിൽ കാണാൻ സാധിക്കും. അദ്ദേഹം പറയുന്നു, ഖാല സുബ്ഹാനക്, പടച്ചവനെ നീ പരിശുദ്ധൻ, മാ യകൂനു ലി അൻ അഖൂല മാ ലൈസ ലി ബിഹഖ്, അർഹതപ്പെടാത്തതൊന്നും വാദിക്കാൻ പറയാൻ എനിക്ക് അനുവാദമില്ല എന്നുള്ള കാര്യം നിനക്കറിയാമല്ലോ. ഇൻ കുൻതു ഖുൽതുഹു ഫഖദ് അലിംത, ഞാനത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിനക്കതറിയാം. തഅലമു മാ ഫീ നഫ്സി വലാ അഅലമു മാ ഫീ നഫ്സിക്, എന്റെ എല്ലാ കാര്യങ്ങളും നിനക്കറിയാം പടച്ചവനെ, നീ അല്ലാമുൽ ഗുയൂബാണ്, അദൃശ്യ കാര്യങ്ങൾ അറിയുന്നവനാണ്. മാ ഖുൽതു ലഹും ഇല്ലാ മാ അമർതനി ബിഹി, ഈ സമൂഹത്തോട് ഞാൻ ഒരൊറ്റ കാര്യമേ പറഞ്ഞിട്ടുള്ളൂ, അത് നിന്നെ ആരാധിക്കാനാണ്. അനി അബ്ദുല്ലാഹ റബ്ബി വ റബ്ബക്കും, എന്റെയും നിങ്ങളുടെയും രക്ഷിതാവ്, സൃഷ്ടാവ് അവനാണ്, അവനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്, അത് മാത്രമേ ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളൂ. വകുൻതു അലൈഹിം ഷഹീദൻ മാ ദുംതു ഫീഹിം, ഞാൻ അവരിൽ ജീവനോടെയുള്ള കാലത്തോളം, അവരോടൊപ്പം ജീവിച്ച കാലഘട്ടത്തിലെല്ലാം അവരിങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്, ഞാൻ അതിന് സാക്ഷിയാണ്. ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ നീയാണ് അവരുടെ കാര്യങ്ങളൊക്കെ അറിയുന്നവൻ. അല്ലാഹുവേ, ഇൻ തുഅദ്ദിബുഹും ഫഇന്നഹും ഇബാദുക്, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ നിരപരാധിത്വം വെളിവാക്കുകയാണ്. സൂറത്തു മാഇദ അവസാനിക്കുന്നു, ലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർളി വമാ ഫീഹിൻ. അവസാനത്തെ ആയത്ത് 120-ാമത്തെ ആയത്ത്, ലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർളി വമാ ഫീഹിൻ, ആകാശ ഭൂമികൾ അതിന്റെ നിയന്ത്രണങ്ങൾ അള്ളാഹുവിനുള്ളതാണ്. സൂറത്തു മാഇദയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് നിയമങ്ങൾ പറഞ്ഞു. ഇതിനു മുമ്പുള്ള സൂറത്തുകളിൽ, മദനിയായ സൂറത്തുകളിലും മക്കിയായ സൂറത്തുകളിലും ഒരുപാട് നിയമങ്ങൾ, നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. നിങ്ങൾ ഇതൊക്കെ സ്വീകരിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. എന്തുകൊണ്ട് സ്വീകരിക്കണം? ലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർള്, നിങ്ങൾ ഈ താമസിക്കുന്ന ഭൂമി, നിങ്ങൾക്ക് മീതെയുള്ള ആകാശം, ഇതെല്ലാം അള്ളാഹുവിന്റെ പിടിയിലുള്ളതാണ്, അള്ളാഹുവിൻ്റെതാണ്. വഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ്. അവനാണ് നിങ്ങളുടെ സൃഷ്ടാവ്, അവൻ പറയുന്നതാണ് നിങ്ങൾ കേൾക്കേണ്ടത്, അതിലാണ് ജീവിത വിജയമുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു മാഇദ അവസാനിപ്പിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട കുറെ കാര്യങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു മാഇദയിലൂടെ നമ്മളോട് പങ്കുവെച്ചത്. സൂറത്തു മാഇദയുടെ പ്രധാന പ്രമേയം, യാ അയ്യുഹല്ലദീന ആമനു ഉദ്കുറൂ നിഅമതല്ലാഹി അലൈക്കും, ഈ ദീൻ അത് അനുഗ്രഹമാണ്, അതിനെ നിങ്ങൾ അനുഗ്രഹമായിട്ട് മനസ്സിലാക്കണം. ബനൂ ഇസ്രായേലിയരെ പോലെ നന്ദികേട് കാണിക്കരുത്, പ്രവാചകന്മാരുടെ വാക്കുകളെ ധിക്കരിക്കരുത്. അള്ളാഹു മാഇദയിലൂടെയും ഖുർആനിൽ മുഴുവനിലും പറഞ്ഞ നിയമങ്ങളെ നിങ്ങൾ കേൾക്കാതെ പോകരുത്. അള്ളാഹുവിന്റെ നിയമങ്ങളെ അനുസരിക്കുക.
ദീനിനെ നിഅമത്തായിട്ട് കാണുക. അല്ലാഹു സുബ്ഹാനഹു വ തആല വണ്ണമായ പ്രതിഫലങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിനെ വേണ്ട രീതിയിൽ മനസ്സിലാക്കാൻ, ആഴത്തിൽ മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് നിയമങ്ങളും സത്യങ്ങളും നിലപാടുകളും ഇസ്ലാമിന്റെ നിലപാടുകളും ഒക്കെ ഉള്ള ഒരു സൂറത്താണ് മാഇദ. അതിന്റെ പുറത്തുകൂടി നമ്മൾ ചെറിയ രീതിയിൽ ഒന്ന് പരിചയപ്പെട്ടു പോയത് മാത്രമേ ഉള്ളൂ. ഈ രീതിയിൽ വരും ദിവസങ്ങളിൽ ഓരോ സൂറത്തുകളായിട്ട്, ചെറിയ സൂറത്തുകൾ വരുമ്പോൾ 2-3 സൂറത്തുകളായിട്ട് നമ്മൾ ഓരോ സൂറത്തിനെ ചെറിയ രീതിയിൽ പരിചയപ്പെടും. നമ്മൾ വർഷങ്ങളായിട്ട് ഈ ഖുർആന്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്, ഖുർആൻ ഓതുന്നുണ്ട്. പക്ഷെ ചെറിയ രീതിയിലെങ്കിലും എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഖുർആനിലൂടെ നമ്മളോട് പറയുന്നത് എന്നറിയാൻ നമ്മൾ ശ്രമിക്കണം. ഒരാൾ നമ്മുടെ അടുത്ത് ഒരു കത്ത് എഴുതുന്നു, നമ്മളത് വായിക്കുന്നുണ്ട്, പക്ഷെ എന്താണ് പറയുന്നത് നമുക്കറിയില്ല. ആ രീതിയിൽ നമുക്ക് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ലഭിച്ച സന്ദേശമാണ് പരിശുദ്ധമായ ഖുർആൻ. ഇതനുസരിക്കണമെന്ന് അള്ളാഹു കൽപ്പിച്ചുകൊണ്ട് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് മുസ്ലിം സമുദായം നെഞ്ചിലേറ്റും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് വിട്ടിട്ട് പോയതാണ്. നമ്മൾ ഇന്ന് ഇതിനെ മനസ്സിലാക്കാൻ തയ്യാറായില്ലെങ്കിൽ വലിയ നഷ്ടമാണ്. ഈ പരിശുദ്ധ റമദാൻ അതിന് കാരണമാകട്ടെ. ഓരോ സൂറത്തും നമ്മളോട് എന്ത് പറയുന്നു എന്നത് നമ്മൾ ചെറിയ രീതിയിൽ മനസ്സിലാക്കണം. മുഴുവനായിട്ട് പരിശുദ്ധ ഖുർആൻ എന്താണ് നമ്മളോട് പറയുന്നത് എന്നതിനെ പറ്റി നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. റമദാൻ വേഗത്തിൽ കൊഴിഞ്ഞു പോകുകയാണ്. ഖുർആനുമായിട്ട് കൂടുതലായിട്ട് അടുക്കാൻ നമ്മൾ ശ്രമിക്കുക. നമ്മൾ 1 ജുസ് ഓതുമെങ്കിൽ അത് 2 ജുസ് ആക്കുക, 2 ജുസ് ഓതുന്നവർ 3 ജുസ് ആക്കുക. ഖുർആനുമായിട്ട് നിരന്തരം കൂടുതൽ അടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. ഈ പരിശുദ്ധമായ റമദാൻ വിട പറയുമ്പോൾ ഖുർആനുമായിട്ട് കഴിഞ്ഞ് മുമ്പുണ്ടായിരുന്ന വർഷങ്ങളെക്കാൾ കൂടുതലായിട്ട് നമ്മൾ അടുക്കണം. ജീവിതത്തിൽ അതിന് ബർക്കത്തുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ ആവശ്യങ്ങളൊക്കെ അള്ളാഹു നിറവേറിത്തരും. പരിശുദ്ധമായ ഖുർആനിനെ നെഞ്ചിലേറ്റിയോ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഏറ്റെടുക്കുന്നതാണ്. അതുകൊണ്ട് മുമ്പോട്ടുള്ള ദിവസങ്ങളിലും നിങ്ങളുടെ പരിചയക്കാരടുത്തും ബന്ധുക്കളടുത്തുമൊക്കെ ഖുർആനിനെ പറ്റി പരിചയപ്പെടുത്തുന്ന നമ്മളുടെ ഈ സംരംഭത്തെ പറ്റി പറയിൻ. നിങ്ങളും തുടർച്ചയായിട്ട് പങ്കെടുക്കിൻ, ഖുർആനുമായിട്ട് കൂടുതലായിട്ട് അടുക്കിൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിർ ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.